തട്ടം കഴിഞ്ഞിട്ട് ഞാനും വിനീതും ഒരു പ്ലാൻ ചെയ്തൊരു സ്പോർട്സ് ഡ്രാമയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഓൾമോസ്റ്റ് അറ്റത്തെത്തിയതാണ്. അറ്റത്തെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ ഒരു വുമൺ അത്ലീറ്റിന്റെ സ്റ്റോറി ആയിരുന്നു, റിയൽ ലൈഫ് സ്റ്റോറി ആയിരുന്നു, ഒരു റിയൽ വുമൺ അത്ലീറ്റിന്റെ കഥയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്തു. പക്ഷെ ആ സമയത്താണ് വേറൊരാൾ, വിനീതിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പിന്മാറുക ചെയ്തു. അങ്ങനെ അതും ഒരു ആക്സിഡൻ്റൽ സബ്ജക്റ്റാണ് തിര. അപ്പോൾ വിനീതിന് അതുവരെ ചെയ്തു പോന്നിരുന്ന ഒരു സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തത വേണമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്നപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചു. പക്ഷേ അതിൻ്റെ തിയേറ്റർ റണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം വിനീത് പിന്നെ എന്താ പറയുക, ആ ഒരു എക്സ്പെരിമെൻ്റൽ പിന്മാറുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും വിനീതിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണെന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷേ വിനീത് എല്ലാ സിനിമകളും ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമകളും അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ സിനിമകളും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ആളുകൾ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം തിരയാണ് അവൻ ചെയ്ത ഏറ്റവും മികച്ച സിനിമ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതൊരു ഗുഡ് അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. കുറേ ആളുകളിൽ എത്തിയിരുന്നെങ്കിൽ അത് കുറേ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു. തിര 2, തിര 3 ആലോചിച്ചിരുന്നു. പക്ഷെ എല്ലാം അന്നങ്ങ് നിന്നു പോവുകയാണ് ചെയ്തത്.